ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളും നാടനായിട്ടുള്ള റെസിപ്പിയാണ്. കൂർക്ക മെഴുക്കുവരട്ടിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ കൂർക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഞാനൊരു 2-3 വിസിലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നില്ല, കട്ടായി പോയതാണ്. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു കളർ മാറി വരുന്നവരെ നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലേക്ക് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി ഈ പൊടികളുടെ ഇതൊക്കെ കൂർക്കയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ അങ്ങനെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മൾ കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. ഇത് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മെഴുക്കുവരട്ടിക്ക്. ഇപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.